അഞ്ചുതെങ്ങിലും പാരിപ്പള്ളിയിലും മത്സ്യത്തൊഴിലാളികളായ അമ്മമാർക്കെതിരെ സമാനതകളില്ലാതെ നേരിടേണ്ടി വന്ന അതിക്രമങ്ങളെക്കുറിച്ച് നാം അറിയുകയും അതിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങൾ ഭാഗമാവുകയും ചെയ്തവരാണ് നാം എല്ലാവരും. കഴിഞ്ഞ ദിവസം അഞ്ചുതെങ്ങിൽ നടന്ന സമര പരമ്പരകളിൽ ധാരാളം അമ്മമാർ, മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പങ്കെടുത്തു. അവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും എന്തിനേറെ അഞ്ചുതെങ്ങിൽ കഴിഞ്ഞ ദിവസം നിയമപരിപാലനത്തിൻ്റെ പേരിൽ അതിക്രമത്തിന് ഇരയായ അൽഫോൻസിയ എന്ന അമ്മയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഏത് തരത്തിലുള്ള നിയമപരിപാലനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്? കോവിഡിൻ്റെ കാലത്ത് മനുഷ്യൻ അന്നന്നത്തെ ആഹാരത്തിന് വക കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന കാലത്ത് സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം പാതയോരത്തിരുന്ന് വിൽക്കുന്നതിന് ശ്രമിച്ച ഒരു സാധു സ്ത്രീയെ വഴിയിലേക്ക് പിടിച്ചിട്ടതും അവരുടെ കൈയൊടിച്ചതുമായ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കണ്ടവരാണ് നമ്മളെല്ലാവരും. അതിനെതിരെ പ്രതിഷേധിക്കുക എന്നത് ജനാധിപത്യപരമായ ഒരു അവകാശമായി നിർവഹിച്ചവരുടെ ഇടയിലേക്ക് അവരെ വീണ്ടും ഉപദ്രവിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇവിടുത്തെ ഭരണകൂടവും പോലീസും കൊണ്ട് എത്തിക്കുന്നത്. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെടാത്തവരുമായ ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇടപെടുകയും അവർക്ക് ആവശ്യമായ നീതി നിർവഹിക്കാൻ ഭരണകൂടത്തെ നിർബന്ധിക്കുകയും ചെയ്യേണ്ടതിന് പകരം വളരെ ക്രൂരമായ നിസ്സംഗത പാലിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ കൈവേല മീൻ കൊണ്ടുപോയപ്പോഴും പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തി. വെള്ള വണ്ടിയിൽ വന്നു ആ മീനും ബക്കറ്റ് എടുത്തിട്ട് വന്നു. തിരിച്ച് വിത്തന്നോന്ന് കടപ്പുറത്ത് പറയാണ്, നിന്റെ ബക്കറ്റ് അവിടെ ഇരിക്കാണ്, പോയെടുത്തോ. 2600 രൂപയുടെ മീൻ എടുത്തിട്ട് എന്നെ ബക്കറ്റ് ഒന്നും എടുക്കാൻ 100 രൂപയുടെ ബക്കറ്റ്. ഇതാണ് ഗവൺമെന്റ് ഉദ്ദേശം. ഗവൺമെന്റ് ഉദ്ദേശം നക്കത്തിൽ നിന്ന ഗവൺമെന്റ്, വേലയിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളെ മീനെ ഭീഷണിപ്പെടുത്തി അവിടങ്ങളിൽ എടുത്തിട്ട് കൊണ്ടതാണ് ഗവൺമെന്റ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അധ്വാനിക്കുന്ന ഫലം കൊണ്ട് വിസർപ്പ് ചാവിയാണ് ഞങ്ങൾ 10 രൂപ കിട്ടാൻ അവിടെ വെയിൽ കൊണ്ടിരിക്കുന്നത്. അത് പാവപ്പെട്ട ഗവൺമെന്റ് വന്നു എല്ലാത്തിനും വന്നു ആഗ്രഹിച്ച് കടിയിട്ടടിക്കും, പിന്നെ പിടിച്ചിട്ട് പോകും. ഇങ്ങനെ പറഞ്ഞല്ല, എന്തിനാണ് ഭീഷണിപ്പെടുത്തണം? നിങ്ങൾക്ക് ശമ്പളമുണ്ട്, അത് പോരാട്ടാണ്. ഒരു മക്കൾ വലിച്ചു 5000 രൂപ, ഒരു വൈക്ക് പിടിക്കട്ടെ 5000 രൂപ വാങ്ങിച്ച് പാക്കറ്റ് രൂപ. ഇതെന്തിന്റെ വേദനയാണ്? ഇടതുപക്ഷം ആരോടൊപ്പമാണ്? ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. സാധാരണക്കാരുടെ, സാധാരണ ജനങ്ങളുടെ, ഇവരുടെയൊക്കെ വോട്ട് വാങ്ങി ജയിച്ച ഒരു സർക്കാർ ഇപ്പോൾ കടപ്പാട് ആരോടാണ്? അവർക്കെതിരെ ഭരണകൂടം നടത്തുന്ന നീതി നിഷേധങ്ങൾക്ക് കൂട്ടുനിൽക്കാനാണ് ഈ ഇടതുപക്ഷ സർക്കാരും തയ്യാറാകുന്നതെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഇപ്പോൾ പറയുന്നത് പോലെ സ്റ്റേറ്റ് ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്റ്റേറ്റ് ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെത്തും. അല്ലെങ്കിൽ പാർട്ടിയുടെ അധികാരത്തിലിരിക്കുന്നവർ ഭരണത്തെ നിയന്ത്രിക്കുന്നവരെ തിരുത്താൻ തയ്യാറാകണം. സ്ത്രീജനങ്ങൾ സംഘടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സംഘടിക്കുന്നുണ്ട്. പലരും വിചാരിച്ചു അത് വെറുതെ. ഇന്നലെ താരമുള്ളിവരെ ഈ ജനങ്ങൾ, അമ്മമാര്, അവരോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ സംഘടിച്ചിട്ട് പറഞ്ഞു, സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഞങ്ങളുടെ സമരമാണ്, ഞങ്ങളുടെ സംഘടന ശക്തിയാണ്. അതിന്റെ പ്രകാശമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ആദ്യത്തെ സംഭവം ഈ പ്രദേശത്തിന്റെ 10-12 കിലോമീറ്റർ പാരിപ്പള്ളിയിലായപ്പോ ആ സ്ത്രീയുടെ മനസ്സ് മത്സരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു അവർക്ക് വേണ്ടി ആരുമില്ല. രണ്ടാമത് അത് 28-ാം തീയതിയായിരുന്നു ഈ സമീപകാലങ്ങളുടെ സംഭവം. പക്ഷേ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പാവപ്പെട്ട സ്ത്രീകളെ കൈവച്ചാൽ അതിനുവേണ്ടി ശബ്ദിക്കാൻ ഇനി സ്ത്രീകളുണ്ട്. ഞാൻ നല്ലവരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയും താഴെ പറയുന്നില്ല, ബഹുമാനിച്ച് പറയാം. ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബഹുമാനവും സ്നേഹമാണ്. ഞാൻ വാഗ്ദാനം നിന്നപ്പോ ഇവിടെ വിളിച്ചു പറഞ്ഞു, സ്ത്രീകളെ പെറ്റിയടിപ്പിക്കുന്ന ഒരു വണ്ടി പോലീസ് അവരെ വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല. കൂടെ ഉണ്ടായിരുന്ന 5-6 പേരെയും കൂട്ടി മഫ്തിയെ തന്നെയാണ് ഞാൻ ചെന്നത്. ഞാൻ തന്നെ സാക്ഷി. ആ അമ്മമാരിവിടെ ഉണ്ടോ? ഓഗസ്റ്റ് 15 കഴിഞ്ഞിട്ട് അധികം നാളുകളൊന്നുമായിട്ടില്ല. 2018 ഓഗസ്റ്റിൽ ഈ സമര പരമ്പരകളൊക്കെ നടക്കുന്ന തെരുവുകളിലും റോഡുകളിലും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുമൊക്കെ അഞ്ചുതെങ്ങിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും എത്തിയ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ റോഡുകളിലൂടെ നീന്തിയതുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യർ പലരും, ഈ ഉദ്യോഗസ്ഥരിൽ പലരും തന്നെ ജീവിച്ചിരിക്കുന്നതെന്ന്
അല്പമെങ്കിലും നന്ദിയോടെ തിരിച്ചറിയാൻ കേരള സമൂഹത്തിനോ ഇവിടെ ബാക്കിയുള്ള സംസ്ഥാന നേതൃത്വത്തിലുള്ളവർക്കോ അധികാരികൾക്കോ മനസ്സുണ്ടായാൽ മാത്രം എത്രയും വേഗം അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയമേ ഉള്ളൂ ഇത്. കേരളത്തിൻ്റെ തീരദേശത്ത് വസിക്കുകയും ബാക്കിയുള്ള എല്ലാ മനുഷ്യർക്കും ഭക്ഷണം എത്തിക്കുന്നതിന് പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണല്ലോ മത്സ്യത്തൊഴിലാളികൾ. ഇത്ര അസംഘടിതരായി ആരും ചോദിക്കാനും പറയാനുമില്ലാതെ സംഘടിതമായ ഒരു സ്വഭാവവും ഇല്ലാതെ അവകാശങ്ങളും നീതിയും നേടിയെടുക്കാൻ കഴിയാത്തവരായി ഇത്ര അവഗണിക്കപ്പെടേണ്ട ഒരു സമൂഹമാണോ അവർ? അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരാണുള്ളത്? വളരെ ജനാധിപത്യപരമായ രീതിയിൽ മര്യാദയോടുകൂടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നിയമനിഷേധങ്ങൾക്കെതിരെ, നീതി നിഷേധിക്കപ്പെടുന്നതിനെതിരെ, അതിജീവനത്തിൻ്റെ ജീവനോപാധികൾ തേടുന്ന യാത്രയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ജനത അവരുടെ പ്രതിഷേധം പൊതു ഇടത്തിൽ പങ്കുവെക്കുന്നതിനെ നിയമത്തിൻ്റെ പേരിൽ അടിച്ചമർത്താനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ കേസെടുക്കുന്നു, ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ അടി കിട്ടിയവരെ ഇരകളെയും പെടുത്തുന്ന രീതി. ആര് ഇവരോടൊപ്പം നിൽക്കും? ആര് ഇവർക്ക് മോചനം നൽകും?